വർണ്ണവിവേചനം നമ്മള് പറഞ്ഞാല് നമ്മളൊരു കാര്യം ചോദിച്ചാൽ അവരങ്ങ് നടന്നു പോകും. അപ്പൊ നമ്മളിങ്ങനെ ഒന്ന് അന്തം വിട്ട് ഇങ്ങനെ നിക്കും. അവരങ്ങ് നടന്നു പോകുന്നത് വർണ്ണവിവേചനമാണെന്ന് നമ്മൾ ആദ്യം അറിയില്ല. കേട്ടില്ലെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. അവർക്കറിയാം. അങ്ങനെ ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ട കാര്യം അവർക്കില്ലാന്നറിയാം. അങ്ങനെ പെരുമാറുന്ന സ്ഥലങ്ങളുണ്ട്. വില നൽകാത്തൊരവസ്ഥ അല്ലേ? അത് നമുക്ക് തീരെ എൻട്രൻസ് ഇല്ല. ആ സ്ഥലത്തോട്ട് പോകാൻ ഒക്കത്തില്ല. ഓഹ്. അറിയാതെ നമ്മള് അവിടോട്ട് പോകണ്ടാന്ന് തീരുമാനിക്കും. ഇത് ഗെറ്റോയിസേഷൻ കൊണ്ട് ഇതേ പ്രശ്നം ഉണ്ടാവും. ഉം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെല്ലുന്നവരെല്ലാരും കൂടെ ഒരു വിഭാഗക്കാര് ഒന്നിച്ച് ഒരിടത്ത് താമസിച്ചാൽ അവര് വേറെ ആൾക്കാരെ അവിടോട്ട് കേറ്റത്തില്ല. ഇത് പൊതുവേ ഉള്ളതാ. പക്ഷെ മറ്റവർക്ക് കുറച്ചുകൂടെ അധികാരവും ബലവും കൂടെ ഉണ്ട്. അതുകൊണ്ട് 2ാം തട്ടിലുള്ള ആൾക്കാര് തമ്മിലുള്ള അടികളാണ് നമ്മളെപ്പോഴും കേൾക്കുന്നത്. മറ്റേത് കേൾക്കത്തില്ല. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്ലബ്ബുകള്, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അവിടോട്ട് സത്യത്തിൽ നമുക്ക് പ്രവേശനമില്ല. നമ്മളില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്. നമ്മള് റോഡിന്റെ സൈഡിൽ നിന്ന് ഒരു ചോദ്യം ഒരാളോട് അങ്ങോട്ടാണോ പോകേണ്ടതെന്ന് ചോദിച്ചാല് മറുപടിയില്ല. അവരങ്ങ് പോകും. പോകുമ്പോ നമ്മൾ വേറൊരാളോട് ചോദിച്ചിട്ട് അത് പരിഹരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് ചെയ്യുന്ന ഒരു വലിയ രീതിയുണ്ട്. ഓക്കെ, അത് ഓക്കെ. ഭയങ്കരമായിട്ട് നമ്മള് അനുഭവിച്ചു പോയി.